വഫ്തഹ് ലഹു ഫീ ഖബ്രിഹി വനബ്ബിർ ലഹു ഫീ. എത്ര ആശയസമ്പുഷ്ടമായ ദുആയാണതൊക്കെ. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ അബൂ സലമ എന്ന പേരിന്റെ സ്ഥാനത്ത് ആരാണ് മരിച്ചു കിടക്കുന്ന വ്യക്തിയെങ്കിൽ അയാളുടെ പേരാണ് പറയേണ്ടത്. ഒരു മുസ്ലിമായ ആരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ഒരു അബൂബക്കറാണോ ഒരു മുഹമ്മദാണോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീബക്കർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദ്, അല്ലെങ്കിൽ ഒരു ആയിഷയാണോ ഒരു ഫാത്തിമയാണോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫാത്തിമ. ഇങ്ങനെ ആരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് അവിടെ ചേർക്കേണ്ടത്. പുറത്തു കൊടുക്കണേ അല്ലാഹ്. സന്മാർഗം സിദ്ധിച്ച മഹാന്മാരുടെ ഗണത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. പിൽക്കാലക്കാർക്ക് അദ്ദേഹത്തിലൂടെ ഉണ്ടായ നഷ്ടം നീ നികത്തിക്കൊടുക്കണേ റബ്ബേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു തരണേ, പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഫ്തഹ് ലഹു ഫീ ഖബ്രിഹി. ഈ കിടത്തമങ്ങ് കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും കഴിഞ്ഞ് ഖബറിലല്ലേ പോയി കിടക്കേണ്ടത്. ആ ഖബറെന്ന ഭവനം വിശാലമാക്കണേ അല്ലാഹ്. വനബ്ബിർ ലഹു ഫീ. ഇരുളാർന്ന ആ ഖബറിൽ റബ്ബേ ഈ സഹോദരന് അതല്ലെങ്കിൽ ഈ സഹോദരിക്ക് നീ ലൈറ്റ് കൊടുക്കണേ, പ്രകാശം കൊണ്ട് നിറക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബൂ സലമത്തിന്റെ മയ്യത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, എത്ര ജനാസ നിങ്ങൾ കണ്ടവരാണ്, എത്ര ജനാസ നമ്മൾ കണ്ടവരാണ്. മയ്യത്ത് കാണലെന്നവര് ചടങ്ങല്ല. മയ്യത്തിന് സമീപത്തേക്ക് പോകുമ്പോ ആ കാണുന്ന നേരത്ത് ഇതൊന്ന് പറയാൻ ആർക്കെന്ന് പഠനം കിട്ടിയിട്ടുണ്ട്, ആരിത് മനസ്സിലാക്കിയിട്ടുണ്ട്, ആരിതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, ആരിത് അർത്ഥം പഠിക്കുന്നത് പോകട്ടെ, തെറ്റില്ലാതെ ഉച്ചരിക്കാൻ പഠിച്ച എത്ര പേരുണ്ട് എന്റെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ? ഞാൻ എന്നോടും ചോദിക്കുന്നു, നിങ്ങളോടും ചോദിക്കുകയാണ്. എന്തിനാ ജനാസ കാണാൻ പോകുന്നത്? കേവലം ഒരു ജനാസയുടെ കാഴ്ചക്ക് പോകുന്നതല്ല കേട്ടോ. അവിടെ പോയി ദുആ ചെയ്യുമ്പോ അതാ മലക്കുകൾ ആമീൻ പറയുന്നു. നമുക്കും മരിക്കണ്ടേ, നമ്മളും അങ്ങനെ കിടക്കൂലേ, നമ്മുടെ പരിസരത്തും നമ്മെ കാണാൻ ആള് വരില്ലേ, അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, എങ്കിൽ ഇത് നമ്മളും ചെയ്തേ പറ്റൂ. അതിനാണ് പറയുന്നത്, വെറുതെ കേട്ട് ചെവിയിലൂടെ മറുചെവിയിലൂടെ അങ്ങോട്ട് പുറത്തു വിടാനല്ല. നമ്മൾ മനസ്സിലാക്കണം, എത്രയെത്ര ദുആകൾ നമ്മൾ പഠിച്ചവരാണ്, കേട്ടവരാണ്. പക്ഷേ അമലിന്റെ രംഗത്തില്ല, വാക്കുകളെയുള്ളൂ, പ്രവൃത്തിയുടെ രംഗത്ത് നമുക്കതില്ല. അങ്ങനെ ആയിക്കൂടാ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിക്കൂടാ. അപ്പൊ നാം പറഞ്ഞു വരുന്നത് എന്താണ്? ആ നേരത്തതാ ജനാസയുടെ സമീപത്ത് ചെല്ലുമ്പോ നമുക്ക് ആ നിലക്കുള്ള ഒരു ബാധ്യതയുണ്ട്, അങ്ങനെ ദുആ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ്. അത് നമ്മുടെയും പരലോകമോക്ഷത്തിന് ആവശ്യമാണ്. ആ ഒരു ബോധം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ജനാസയുടെ സമീപത്ത് അഥവാ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആ ജനാസ താടി എല്ലുകൾ തുറന്നു കിടക്കുകയാണെങ്കിൽ, വായ തുറന്നു കിടക്കുന്നുവെങ്കിൽ അത് കൂട്ടിപ്പിടിച്ച് ഒരു തുണിശീല കൊണ്ടൊക്കെ കെട്ടുന്നത് സുന്നത്ത് എന്ന നിലക്കല്ല. വായ കൂടിയിട്ടില്ലെങ്കിൽ അത് വായ കൂടിക്കിടക്കണം. അതുപോലെ തന്നെ കാലുകൾ ആ നിലക്ക് കൈകാലുകളൊക്കെ ശരിക്കും നിവർത്തി വെക്കണം. അതുപോലെ തന്നെ എന്ത് വേണം? ശരീരത്തിൽ നിലവിലുള്ള വസ്ത്രം ഊരിയിട്ട് ആകെയുള്ള ഒരു വസ്ത്രം കൊണ്ട് ആകെ മൂടി പുതച്ച് കിടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരവും വഫാത്തിന് ശേഷം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ശരീരത്തിൽ പൂർണ്ണമായ ഒരു വസ്ത്രം കൊണ്ട്, അവിടുത്തെ ഉള്ള വസ്ത്രത്തിൽ നിന്ന് നഗ്നനാക്കിയിട്ടില്ല. അവിടുന്നുള്ള വസ്ത്രത്തിന്റെ മീതെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ ആ ശരീരം ഒന്നാകെ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയറ് വീർത്ത് വികൃതമായിട്ടൊക്കെ പോകാതിരിക്കാൻ അല്പം ഭാരമുള്ള എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെയോ ഒക്കെ സാധനങ്ങൾ വയറ്റത്ത് വെക്കുന്നത് വയറിങ്ങനെ വീർത്ത് വികൃതമാവാതെ ആ നിലക്ക് തന്നെ ഒതുങ്ങി ഇരിക്കുക എന്ന നിലക്കൊക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ ഒരു മതപരമായ ഒരു സുന്നത്ത്, ഒരു ചടങ്ങ് എന്ന നിലക്കല്ല, ആവശ്യകരമായ നിലക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടുന്ന സമ്പ്രദായമാണ്. അതേ അവസരത്തിൽ
ജനാസക്കരികിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നൊരു സമ്പ്രദായമോ അതല്ലെങ്കിൽ ഒരു യാസീൻ ഓതുന്ന സമ്പ്രദായമോ പ്രത്യേകിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഖുർആൻ ഓതുന്നതിനോട് വിരോധമുള്ളത് കൊണ്ടല്ല, യാസീനിനോട് വിരോധമുള്ളത് കൊണ്ടല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ അവിടുന്ന് പഠിപ്പിച്ചിരുന്നതിൽ അത് പ്രബലമായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ആ സമയത്ത് അത് ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യാൻ ആ നിലക്കുള്ള ഒരു നിർദ്ദേശിക്കപ്പെട്ട സംഗതിയല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ കണ്ടോ, ഇവരൊക്കെ മരിച്ചയിടത്ത് വെച്ച രാഷ്ട്രീയം പറയലാണ്, പത്രം വായിക്കലാണ്, മറ്റു പലതും ചെയ്യലാണ്, ഖുർആൻ വിരോധികളാണ്, അതുപോലെ തന്നെ ഹദീസ് വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ അതാണല്ലോ ഏറ്റവും മുന്തിയ ചര്യ. അവിടുന്ന് ഒരു ജനാസയുടെ സമീപത്തിരുന്നു കൊണ്ട് ആ നിലക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് രോഗിയുടെ സമീപത്താണെങ്കിലും അതുപോലെ തന്നെ മയ്യത്തിന് സമീപത്താണെങ്കിലും ഖൈർ പറയുക. അപ്പൊ ഖൈർ പറയുക എന്നതിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് തന്നെ അവിടുന്ന് ചെയ്തു കാണിച്ചു, പറയുകയും ചെയ്തു. അവിടുന്ന് രോഗിയുടെ സമീപത്ത് ചെന്നാൽ ദുആ ചെയ്യലാണ് പതിവ്, മയ്യത്തിന് സമീപത്ത് ചെന്നാലും ദുആ ചെയ്യലാണ് പതിവ്. അത് അവിടുന്ന് ചെയ്ത് നമുക്ക് കാണിച്ചിരുന്നതാണ്. മലായിക്കത്തുകളുടെ പ്രത്യേകമായ ആമീൻ അതിന് കിട്ടുന്നു കൂടിയുണ്ട് എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഉള്ളത് ചെയ്യുക, ഇല്ലാത്തത് ചെയ്യാനുള്ള ആവേശം വേണ്ട, ഉള്ളത് ചെയ്യാനുള്ള ആവേശം നിലനിർത്തുക. അങ്ങനെ തികച്ചും ഇസ്ലാമികമായ നിലക്കുള്ള ആ നിലക്കുള്ള സംസ്കരണ ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടായിത്തീരേണ്ടത്. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളിൽ ഓരോരുത്തരും ഒരു ദിവസം ഇതുപോലെ കടന്നു കൊടുക്കേണ്ടവരാണ്. അല്ലാഹുവേ, നല്ല നിലക്കുള്ള അന്ത്യം, നല്ല നിലക്കുള്ള ഒരു വേർപാട് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷകരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് വിട പറയുവാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം അല്ലാ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും അല്ലാഹുവേ നീ തുണയാകണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കൺകുളിർമയുള്ള പ്രവർത്തനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നീ സമാധാനം നിലനിർത്തി തരുമാറാകണമേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.